BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. ലോകത്ത് തന്നെ ആരോഗ്യ പരിപാലനത്തിൽ കേരളം കൈവരിച്ച അതുല്യ നേട്ടത്തിന് തിരിച്ചടി. അന്താരാഷ്ട്ര നിലവാരത്തിനേക്കാൾ മുകളിലെത്തിയ കേരളത്തിലെ ശിശുമരണ നിരക്ക് 2024 വീണ്ടും കൂപ്പുകുത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. വിദേശ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഉന്നതമായ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന അവകാശവാദങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് പുതിയ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. 2023 അമേരിക്കയെ കടത്തിവെട്ടി കേരളത്തിലെ ശിശുമരണ നിരക്ക് 5 കുറഞ്ഞിരുന്നു. ജനിച്ച് ഒരു വർഷത്തിനകം മരിക്കുന്ന 1000 കുട്ടികളെ അടിസ്ഥാനമാക്കിയാണ് ശിശുമരണ നിരക്ക് കണക്കാക്കുന്നത്. അമേരിക്ക 5.6 നിൽക്കുമ്പോഴാണ് വിഭവശേഷിയിലോ ആളോഹരി വരുമാനത്തിലോ അമേരിക്കയുടെ അടുത്തെങ്ങും എത്താത്ത കേരളം 5 എന്ന സംഖ്യയിലേക്ക് എത്തിയത്. പിന്നെ കേരളത്തിന് മുന്നിൽ ഫിൻലാൻഡ്, നോർവേ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ വികസിത രാജ്യങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ജപ്പാനിലും സിംഗപ്പൂരിലും ശിശുമരണ നിരക്ക് 2 നിൽക്കുന്നത്. സംസ്ഥാനത്തെ മാതൃശിശു സംരക്ഷണവും വനിതകളുടെ വിദ്യാഭ്യാസവും ഉയർന്ന ശുചീകരണ സംവിധാനവും പോഷകാഹാരങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരുന്നത്. 2024 കണക്കനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് 8 ഉയർന്നത് ആരോഗ്യ പരിപാലന വിദഗ്ധരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1950കളിൽ ദേശീയ ശരാശരിയായ 120-നൊപ്പം തന്നെയായിരുന്നു കേരളത്തിലെ ശിശുമരണ നിരക്കും. ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 59ഓടെയാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞു വന്നത്. 1990 ദേശീയ ശരാശരി 70 ആയിരുന്നപ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് 17ലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാനായി. 2010 ആയപ്പോഴേക്കും ദേശീയ ശരാശരി 47 താഴ്ന്നു. അപ്പോഴേക്കും കേരളത്തിലെ ശിശുമരണ നിരക്ക് 13 കുറഞ്ഞു. 2019-20 ദേശീയ ശരാശരി 28 താഴ്ന്നപ്പോൾ കേരളത്തിലെ നിരക്ക് 6 കുറഞ്ഞു. 2023 അന്താരാഷ്ട്ര നിലവാരത്തേക്കാൾ ഉയർന്ന രീതിയിൽ 5ലേക്ക് എത്തിയത് അഭിമാനാർഹമായ നേട്ടമായിരുന്നു. 2024 ദേശീയ ശരാശരി 24. ഇതിനേക്കാൾ ഏറെ താഴെയാണെങ്കിൽ പോലും കേരളത്തിലെ നവജാത ശിശുക്കളിലെ മരണം ഏതാണ്ട് ഇരട്ടിയോളമായത് ഗൗരവത്തോടെ കാണണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ കൂടി വരുന്ന പ്രതിരോധ കുത്തിവയ്പ്പിനോടുള്ള വിമുഖതയും അശാസ്ത്രീയ രീതികൾ പിന്തുടരുന്നതും ശിശുമരണ നിരക്ക് കൂടാൻ കാരണമായോ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്കുണ്ട്. 2010 മുതൽ കുറെ കാലം ശിശുമരണ നിരക്ക് 12 തന്നെ തുടർന്നിരുന്നു. ആ സമയത്ത് ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പഠനത്തിൽ പോഷകാഹാരക്കുറവാണ് ശിശുമരണ നിരക്ക് കൂടാൻ കാരണമെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തതും പ്രതിരോധ മരുന്ന് വിതരണത്തിലെ പോരായ്മകളും വിശകലന വിധേയമാക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വീട്ടിലെ പ്രസവം, അക്യൂപങ്ചർ പ്രസവം, ഡോക്ടർമാരുടെ സഹായമില്ലാതെ ആസ്പത്രികളിൽ പോകാതെയുള്ള പ്രസവം എന്നിവ ഇതിന് കാരണമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒപ്പം അട്ടപ്പാടിയിലും വയനാടിലും അടക്കമുള്ള വനവാസി കേന്ദ്രങ്ങളിൽ പോഷകാഹാരക്കുറവ് ഇപ്പോഴും മരണത്തിനിടയാക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2.5 കിലോ ഭാരമെങ്കിലും നവജാത ശിശുവിന് വേണ്ടിടത്ത് അട്ടപ്പാടിയിൽ പിറക്കുന്ന ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾക്കും അതിൽ ഏറെ താഴെയാണ് ഭാരം. വനവാസികൾക്കിടയിൽ പോഷകാഹാരം ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്ന് ആക്ഷേപമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലേക്ക് ശിശുമരണ നിരക്ക് താഴ്ത്തിക്കൊണ്ടുവന്നതിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിസ്തുലമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും കാര്യമായ ആസൂത്രണം നടപ്പിലാക്കുകയും വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കും കൂടിയതായി റിപ്പോർട്ട്. 2024-25 അധ്യയന വർഷം 2914 വിദ്യാർത്ഥികൾ പഠിത്തം ഉപേക്ഷിച്ച് കൊഴിഞ്ഞുപോയതായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 74 കുട്ടികൾ പഠനത്തിൽ താല്പര്യമില്ലാത്തതിനാലാണ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു പോയത്. ഉത്സവകാലം കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ള താല്പര്യക്കുറവിനാൽ 11 കുട്ടികൾ പഠിപ്പ് നിർത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് 7 കുട്ടികളും പഠനം ഉപേക്ഷിച്ചു.
താല്പര്യമില്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നിർത്തിയത് വയനാട് ജില്ലയിൽ നിന്നാണ്, 297 പേർ. 8ാം ക്ലാസ്സിൽ 48 പേരും 9ൽ 94 പേരും 10ൽ 114 പേരും ഇങ്ങനെ പഠനം നിർത്തി. പാലക്കാട് 92, തൃശൂർ 60, കണ്ണൂർ 55 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ പഠനം നിർത്തിയ കുട്ടികളുടെ എണ്ണം. മാതാപിതാക്കളുടെ വിദ്യാഭ്യാസത്തോടുള്ള നിഷേധ മനോഭാവം കാരണം 78 കുട്ടികൾക്ക് പഠനം നിർത്തേണ്ടി വന്നു. 103 കുട്ടികൾ മതപഠനത്തിന് വേണ്ടി പോയി. മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തിയെ തുടർന്ന് 33 പേരും പഠനം ഉപേക്ഷിച്ചു. സ്കൂളുകളിലേക്കുള്ള ദൂരം, യാത്രാ സൗകര്യമില്ലായ്മ, കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ കാരണം പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥികളും ഉണ്ട്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ 10 പേരും, ദൂരക്കൂടുതൽ കാരണം 29 പേരും, സാമ്പത്തിക പ്രതിസന്ധി കാരണം 43 പേരും പഠനം ഉപേക്ഷിച്ചു. വീടുകളിലെ പ്രശ്നങ്ങൾ കാരണം 174 കുട്ടികൾക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ചെറുപ്രായത്തിലുള്ള വിവാഹം, അതിക്രമണം എന്നീ കാരണങ്ങളാൽ 4 കുട്ടികൾ പഠനം നിർത്തിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ ഉള്ള താമസം മാറ്റം കാരണം 213 പേർ പഠനം നിർത്തിയപ്പോൾ മാറാരോഗം, ആശുപത്രിവാസം, അപകടം എന്നിവ കാരണം 163 പേരും, താമസം മാറ്റം കാരണം 32 പേരും, പോലീസ് കേസുകൾ കാരണം 8 പേരും വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. അതിഥി തൊഴിലാളികളുടെ മക്കളായ 1070 പേർ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. മാതാപിതാക്കൾ ജോലിസ്ഥലം മാറിയതിനാലോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയതിനാലോ ആണ് ഇവർ പഠനം അവസാനിപ്പിച്ചത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠനം നിർത്തിയത് എറണാകുളം, മലപ്പുറം, ഇടുക്കി എന്നീ ജില്ലകളിലാണ്. എറണാകുളത്ത് 390 കുട്ടികളും, മലപ്പുറത്ത് 169 പേരും, ഇടുക്കിയിൽ 127 പേരും വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ശിശുമരണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ സംസ്ഥാന സർക്കാരും സന്നദ്ധ പ്രവർത്തകരും നൽകേണ്ട സാഹചര്യമാണ് ഉളവായിട്ടുള്ളത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.